നമസ്കാരം. കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യണം എന്ന് പോലീസ് മേധാവി പറഞ്ഞ ആളെയും കൊണ്ടാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സിന് ഉലകം ചുറ്റി നടക്കുന്നത് എന്നാണ് വി.ഡി. സതീശൻ ആക്ഷേപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യണം എന്ന് പോലീസ് മേധാവി നിർദ്ദേശിച്ച ആൾ തന്നെയാണ്. കൊടും ക്രിമിനലിനെയും കൊണ്ടാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തുന്നത്. ഏതാണ്ട് 2200 പോലീസും 150 വണ്ടികളുടെ അകമ്പടിയോടുകൂടി കോൺവോയ് ആയി നവകേരള സദസ്സ് യാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹത്തിന് പോലീസിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലും വിശ്വാസമില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പോലീസിനേക്കാൾ വിദഗ്ധർ തങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശ്വാസം. അതുകൊണ്ടാണ് കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ച ഒരാളുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി തന്റെ സുരക്ഷാ സേനകളെ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രകരമായ കാര്യം എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. നവകേരള സദസ് കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് നാട്ടിലുള്ള ആളുകളുടെ സമാധാനം കളയുക, സർക്കാർ ചിലവിൽ CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഗുണഗണങ്ങൾ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്ത് വരെ പ്രചരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സാധാരണ ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധൂർത്തിന്റെ ഒരു മാമാങ്കം നടത്തുന്നത്. ഇതിനിപ്പോൾ മറ്റൊരു രൂപം കൂടി കൈവന്നിരിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ എല്ലാവരെയും തല്ലിച്ചതച്ച് ജയിലിലടയ്ക്കുക എന്നൊരു തന്ത്രം കൂടി മുഖ്യമന്ത്രി ആവിഷ്കരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ആര് തിരിയുന്നുവോ അവരെ ക്രൂരമായി മർദ്ദിച്ച് ഇനി ഒരിക്കലും അവർ പൊതുപ്രവർത്തനത്തിനോ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുവാനോ വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തെരുവ് ഗുണ്ടകളെക്കാൾ ക്രൂരന്മാരായ തെരുവ് ഗുണ്ടകളെക്കാൾ അധപ്പതിച്ച മനസ്ഥിതിയുള്ള ഗുണ്ടകളെയും കൊണ്ട് മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സ് നടത്തുന്നത് എന്നാണ് വി.ഡി. സതീശൻ ആക്ഷേപിച്ചിരിക്കുന്നത്. കേരള ജനതയ്ക്ക് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല ധൂർത്തിന്റെ ഈ മാമാങ്കം നവകേരള യാത്ര. ഈ ധൂർത്തിന്റെ യാത്ര കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന് എന്താണ് പ്രയോജനം എന്നാണ് വി.ഡി. സതീശൻ ചോദിക്കുന്നത്. ഇത് വി.ഡി. സതീശൻ പലവട്ടം സമൂഹ മധ്യത്തിൽ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഓരോരോ ഇടങ്ങളിൽ എത്തുമ്പോൾ അവിടെയുള്ള പൗരപ്രമുഖർ എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച ചില ആളുകളുമായി പ്രമാണികളുമായി കാണുവാനും അവരൊപ്പം ഭക്ഷണം കഴിക്കുവാനാണ് മുഖ്യമന്ത്രി താല്പര്യം കാണിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയെ ഈ പദവിയിൽ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്നുള്ള ഒരു ധാരണ മറന്നുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ഇത്തരത്തിൽ പെരുമാറുന്നത്. സാധാരണ ജനങ്ങളെ കാണുവാനോ അവരെ അഭിമുഖീകരിക്കുവാനോ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല. മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളെ കാണുമ്പോൾ പേടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ അകമ്പടി വാഹനത്തോടു കൂടി മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 2200 പോലീസുകാരുടെ സുരക്ഷയോടുകൂടി യാത്ര ചെയ്യുന്നത്. കൂടാതെ 4 വണ്ടി ക്രിമിനൽസിനെയും കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്റെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ യാത്ര ചെയ്യുന്നത്. ഇവിടെ സാധാരണക്കാരന് ഈ യാത്ര കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് തന്നെയല്ല, ജനജീവിതത്തെ താറുമാറാക്കുന്ന രീതിയിൽ ക്രമസമാധാനം തകർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ യാത്ര മുന്നേറുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അഥവാ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരാണ് ഈ കലാപരിപാടി കുറെ നാളുകളായി നാട്ടിൽ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരണം കിട്ടിയതോടുകൂടി കറുപ്പ് നിറമുള്ള ആരെയെങ്കിലും കണ്ടാൽ പോലും മുഖ്യമന്ത്രിക്ക് ഹാലിളകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു ആനയോ അല്ലെങ്കിൽ എരുമയോ പോത്തോ കാക്കയോ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഹാലിളകും. പോത്തിന് ചുവപ്പ് കണ്ടാൽ വിരൽ പിടിപ്പിക്കും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കറുപ്പ് കണ്ടാൽ അസ്വസ്ഥനാകുന്നത്. ഇത് ഒരു തരത്തിലുള്ള മാനസിക അസുഖമാണ് എന്നുള്ളതാണ് മനഃശാസ്ത്രകാരന്മാർ പറയുന്നത് എന്നാണ് വി.ഡി. സതീശൻ രേഖപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളെ പേടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു കാരണവശാലും പൊതുജനങ്ങൾ തന്റെ സമീപത്തേക്ക് എത്താൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയ ഇതുപോലെ ക്രിമിനൽ പടയാളികളെയും കൊണ്ട് തന്റെ സുരക്ഷയൊരുക്കി യാത്ര ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ അതിനിശിതമായി വലിച്ചു കീറി പൊളിച്ചടുക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സഹിക്കത്തക്കതല്ല. അത്രത്തോളം പൊറുതിമുട്ടിയിട്ടാണ് ഇതുപോലെ പ്രതികരിക്കേണ്ടി വന്നത് എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ അടിച്ചൊതുക്കാം എന്നുള്ള ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും വകവെച്ച് തരുന്നില്ല. ഞങ്ങളെ ഏത് രീതിയിൽ ഞങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ ഞങ്ങളോട് മുഖ്യമന്ത്രിയും പോലീസും മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളും പ്രതികരിക്കുന്നുവോ അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ പ്രതിഷേധിക്കും എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. നമുക്ക് വി.ഡി. സതീശന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. മാസപ്പടി വിവാദം വന്നപ്പോ നാവ് ഉപ്പിലിട്ട് വെച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ട് വാ തുറന്നു? ആ സമയത്ത് നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്.
ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. അതെന്താ? ഞാൻ മുഖ്യമന്ത്രി ഭീരുവിനെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞു. 2200 പോലീസുകാരും 150 വാഹനങ്ങളുടെ അകമ്പടിയും പിന്നെ 4 വണ്ടി മുഴുവൻ ക്രിമിനലുകളും. ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് കാപ്പയിൽ അറസ്റ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത ആളുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ചത്. നാണമുണ്ടോ ആ കസേരയിലിരിക്കാൻ? കാപ്പയിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരുത്തന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം. മുഖ്യമന്ത്രിക്ക് പോലീസിൽ പോലും വിശ്വാസമില്ല. കരിങ്കൊടി കാണിച്ചാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, കൊല്ലാൻ വേണ്ടി വരികയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് വീരവാദം മുഴക്കുകയാണ്. ചെറുപ്പത്തിൽ നടന്നുപോയപ്പോ, ഒറ്റയ്ക്ക് നടന്നുപോയപ്പോ ആരോ തോക്ക് കാണിച്ചത്. എനിക്ക് തോന്നുന്നത് വല്ല 5 വയസ്സുള്ളപ്പോ നടന്നുപോയപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടി കളിത്തോക്ക് കാണിച്ചായിരിക്കും, അല്ലാതെ ആർക്കും ഒരു അറിവുമില്ല. അതായത് വീരവാദം മുഴക്കുകയാണ്. ഇത്രയും ധൈര്യമുള്ള, ഇത്രയും ധീരനായൊരു മുഖ്യമന്ത്രിക്ക് എന്തിനാണ് 2200 പോലീസുകാരുടെ അകമ്പടി? ശബരിമലയെ പോലും പോലീസില്ല. ക്രിമിനലുകളുടെ അകമ്പടി ഇതിലൂടെ നടക്കുകയാണ്. എന്നിട്ട് മന്ത്രിമാരെ കൊണ്ട് മോശമായിട്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ പിന്നെ അവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നാളെ ഈ മന്ത്രിമാരെല്ലാം കരുതൽ തടങ്കലിൽ നിന്ന് മോചിതരാവുക. അവർക്ക് പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അവര് പലരും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നടത്തിയിട്ടുണ്ട്. 44 ദിവസം കൂട്ടിലിട്ട പോലെ, കേജിന് ബാക്ക് സൈഡ് കൂട്ടിലിട്ട തത്തകളെ പോലെയായിരുന്നു മന്ത്രിമാരെല്ലാവരും. മുഖ്യമന്ത്രി കൂട്ടിലിട്ട തത്തകളെ പോലെ സ്വന്തമായ ഒരു അഭിപ്രായം പറയാത്ത, മന്ത്രിസഭാ യോഗത്തിൽ അഭിപ്രായം പറയാത്ത മന്ത്രിമാരെ കുറിച്ച് ഞാനെന്താ പറയണത്? എന്നിട്ട് പണ്ട് ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ, മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ചട്ടമ്പികൾക്ക് കള്ളു മേടിച്ചു കൊടുത്തിട്ട് പോയി ചീത്ത വിളിപ്പിക്കും. അതുപോലെ ഇപ്പൊ എന്നെ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെ കൊണ്ടും വലിയ പോകുന്ന ആളുകളെ കൊണ്ടും മുഖ്യമന്ത്രിയും വിളിക്കുകയാണ്. നവകേരള സദസ്സിന്റെ നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജ് ഇട്ട് നടത്തിയ ആ പരിപാടിയിൽ മുഴുവൻ പ്രതിപക്ഷത്തെ ആക്രമിക്കലായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. അല്ല, പൊതുമരാമത്ത് മന്ത്രി അല്ലല്ലോ അത് അളക്കുന്നത്. അയാൾ കേടായി കിടക്കുന്ന റോഡിലെ കുഴി എത്രയുണ്ടെന്ന് എണ്ണിയാൽ മതി. കേരളത്തിൽ മുഴുവൻ കേടായി കിടക്കുന്ന റോഡിന്റെ കുഴി എണ്ണിയാൽ മതി. എന്റെ പാർട്ടിയിലെ സ്വാധീനത്തെക്കുറിച്ച് അളവെടുപ്പ് നടത്തേണ്ട ആള് പൊതുമരാമത്ത് മന്ത്രിയല്ല. ഇതെല്ലാം ഈ മൂക്കാതെ പഴുത്തതിന്റെ കുഴപ്പമാണ്. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ പ്രശ്നമാണ്.